യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ദൈവവും മനുഷ്യവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് ഈ വാക്യത്തിനകത്ത് ധ്യാനിക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ തിരിച്ചു ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. 1-ാം അധ്യായം മുതൽ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. അടിതൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല, എണ്ണ തേച്ചിട്ടില്ല, ഞെക്കി കഴുകിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പ്രവചിച്ച് പ്രവാചകൻ താഴോട്ട് പറയുമ്പം പറയുക, മനസ്സ് വെച്ചു നിങ്ങൾ കേട്ടനുസരിച്ചാൽ ദേശത്തിൻ്റെ നന്മ നിനക്ക് അനുഭവിക്കാം, മറുത്തു മത്സരിച്ചാൽ ന്യായവിധിയുടെ വാളത്രേ നിനക്കുണ്ടാകുന്നത്. ഇതൊക്കെ പ്രവാചകൻ പ്രവചിച്ച് വരുമ്പം ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനത്തോട് പറയുകയാണ്. 2-ാം അധ്യായത്തിൽ പറയുക, യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. അതിനു മുമ്പിൽ എഴുതുകയാണ്, നിന്റെ പാപം കടുചുമപ്പായാലും ഞാൻ എന്നെ ഹിമത്തോളം വെള്ളയാക്കാൻ. നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ പാപിയാണെങ്കിലും നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തത്തെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. എന്നിട്ട് താഴോട്ട് പ്രവചിച്ച് വരുമ്പം, യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എന്നൊക്കെ പ്രവചിച്ച് 5 അധ്യായം പ്രവചിച്ച് നിർത്തി 6-ാമത്തെ അധ്യായം പ്രവചിക്കാൻ തുടങ്ങുമ്പം സ്വർഗമണ്ഡലങ്ങളിൽ നടക്കുന്ന ഹൃദയഹാരിയായ ഒരു ദർശനം യെശയ്യാവ് കാണാൻ തുടങ്ങി. യെശയ്യാവ് കണ്ടപ്പോൾ ഉസിയാ രാജാവ് മരിച്ചയാളിൽ അന്നാളിൽ ഉയർന്നും പൊള്ളിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സാറാഫുകൾ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. സാറാഫുകൾക്ക് 6 ചിറകാണ്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് ദൈവത്തിന് സ്തോത്രം. സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനെ ചുറ്റും നിന്നുകൊണ്ട് അവർ പാടുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞാനിന്നൊരു സന്ദേശം പറയാം. നീയും ഞാനും കൈയടിച്ചില്ലേലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. സ്വർഗത്തിൽ ഇടിവെട്ടുന്ന ആരാധന നടക്കുക. സാറാഫുകളെ കുറിച്ച് പഠിക്കുമ്പം അവർക്കുള്ള ചിറക് ഇങ്ങനെ, സാറാഫുകൾ ചിറക് വിടർത്തി ആരാധിക്കുമ്പോൾ വേദപഠിതാക്കളുടെ പഠനങ്ങളും നിഗമനങ്ങളും വെച്ച് പഠിച്ചാൽ ലോകം കണ്ടുപിടിച്ച സകല മ്യൂസിക് സിസ്റ്റവും ഈ ദൈവത്തിന് സ്തോത്രം ചിറകുകൾക്കകത്തുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവർ ഒന്ന് ചിറക് വിടർത്തുമ്പോൾ അവിടെ എഴുതിയ ആരാധനയുടെ ശബ്ദം കൊണ്ട് ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ ഇളകിയാടും. പക്ഷെ ഇത്ര വലിയ ആരാധന സ്വർഗത്തിൽ നടന്നാലും ദൈവം പറയാ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ആ ആരാധന വിട്ടെൻ്റെ ദൈവം ഈ ആരാധനയ്ക്ക് വരും. കാരണം പറയാം, ദൂതൻ്റെ ആരാധനയേക്കാൾ മനുഷ്യൻ്റെ ആരാധന ദൈവത്തിന് വിലപ്പെട്ടതാണ്. കണ്ടോ? ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ പഠിക്കുമ്പോൾ യേശു മധ്യത്തിൽ, ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ മധ്യത്തിലല്ല, രക്ഷിക്കപ്പെട്ടവൻ്റെ ഹൃദയത്തിലാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ദൂത് പറഞ്ഞു തുടങ്ങുക. ഇങ്ങോട്ട് നോക്കിയേ, യെശയ്യാ പ്രവാചകന് കാണുകയാണ്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ തേജസ് ഇവർക്ക് മുഖത്തും കാലിലും അടിക്കാതിരിക്കാൻ 2 കൊണ്ട് അവർ മുഖം മൂടും, 2 കൊണ്ട് പാദം മൂടിയിട്ട് ഇങ്ങനെ നിന്ന് ഒരു സാറാഫ് മറ്റൊരു സാറാഫിനോട് പറയുക, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ ഇളകി ആടത്തക്ക രീതിയിൽ അവിടെ ആരാധന ഉയരുകയാ. അന്നേരം ദൈവത്തിന് സ്തോത്രം ഇത് കണ്ടപ്പം ജനത്തിൻ്റെ പാപം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകന് പറയുക, അയ്യോ കർത്താവേ, സ്വർഗത്തിൻ്റെ പരിശുദ്ധി കണ്ടപ്പോൾ ഹല്ലേലൂയ യെശയ്യാവ് പറയുകയാണ്, അയ്യോ ദൈവം, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. യാഗപീഠത്തിൻ്റെ കനലിൽ നിന്ന് ഒരു കനൽക്കട്ട ഒരു ദൂതൻ ഒരു കൊടിനുകൊണ്ട് എടുത്തോണ്ട് വന്ന് യെശയ്യാവിൻ്റെ ചുണ്ടേ തൊട്ടു. ഹല്ലേലൂയ. ഞാൻ ഇന്നൊരു ദൂത് നിന്നോട് പറയാം. ചില ചുണ്ടുകളിൽ, ചില നാവുകളിൽ ഈ ദിവസങ്ങൾ അഗ്നിയുടെ സ്പർശനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം നമ്മൾ പഠിക്കുമ്പം
ഏലിയാവ് എന്ന് പറയുന്ന കരുത്തായനായ ദൈവദാസൻ, സ്തോത്രം, ഒന്ന് ക്ഷീണിച്ചൊരു സ്ഥലത്ത് കടന്നപ്പോൾ സ്വർഗത്തിലെ കനൽ ഭൂമി കൊണ്ടുവന്നിട്ട് ആ കനലിൻ്റെ മണ്ടയ്ക്ക് അപ്പം ചുട്ടവനായ എൻ്റെ ദൈവം. അങ്ങനെങ്കിലും ഒരു ദൂത് പറയാം, നീ തളർന്ന സ്വർഗം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. നോക്കിയേ, എന്നിട്ട് പറയാം, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ. ഇത് പറഞ്ഞേച്ച് ദൈവം ഒരു കാര്യം ചോദിക്കുകയാണ്. യെശയ്യാവിനോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, എനിക്കൊരാളെ അയക്കാൻ വേണം. ആര് പോകും? ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നോടൊരു ദൂത് പറയുക. ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ എക്കാലവും എന്നും ദൈവശബ്ദം കേട്ട് വേണം ജീവിക്കാൻ. എന്തോ വേണം? അല്ല, ഇരുട്ടത്ത് കൈയടിക്കുന്ന പോലെ ആകരുത് നമ്മള്. മറിച്ച് എന്ത് വേണം? ദൈവശബ്ദം കേട്ട് വേണം ജീവിക്കാൻ. ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹമുള്ളവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. എനിക്ക് ദൈവശബ്ദം കേൾക്കണം. നമ്മൾ ബൈബിളിലോട്ട് നമ്മുടെ ചിന്തകൾ വരുമ്പം നമുക്ക് പഠിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ദൈവശബ്ദം, വചനത്തിൽ കൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. പിന്നെ പ്രവചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. പിന്നെ വെളിപ്പാടിലൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. പിന്നെ ദർശനത്തിലൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. സ്വപ്നത്തിലൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ ദൈവശബ്ദങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. നിന്റെ ഭാവി വെളിപ്പെടുത്തുന്നത് ദൈവശബ്ദമാണ്. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന 1-2 ഭാഗം ഞാൻ പെട്ടെന്ന് തുറന്നു വിടാം. നിങ്ങൾ എന്നെ നോക്കിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്വന്തം വീടിൻ്റെ വാതിലടഞ്ഞ യാക്കോബ് ഒറ്റപ്പെട്ട് ഒരു വനത്തിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന സമയത്ത് വീടിൻ്റെ വാതിലടച്ചപ്പം ദൈവം അവനെ തളർത്തുവല്ല, അവൻ്റെ ഭാവിയുടെ വെളിപ്പാട് സ്വപ്നത്തിൽ കൊടുത്തവന്. എന്ന് പറഞ്ഞാൽ, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നിനക്ക് ധരിക്കാൻ വസ്ത്രവും കഴിക്കാൻ ആഹാരവും തന്ന് ക്ഷേമത്തോടെ നിന്നെ ഇവിടെ ഞാൻ മടക്കി കൊണ്ടുവരും. കണ്ടോ, ദൈവം സ്വന്തം സഹോദരനായ യോസഫിനെ പ്രതിസന്ധി വരുമെന്നറിഞ്ഞപ്പോൾ ദൈവം നേരത്തെ സ്വപ്നം കാണിച്ചു, നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. മറ്റുള്ള കറ്റ നിന്റെ കറ്റയെ നമസ്കരിക്കും. ആര് നിനക്ക് കുഴി വെട്ടിയാലും നീ എഴുന്നേറ്റ് നിൽക്കും. സ്വപ്നം കാണിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഒരു കപ്പലെ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ അകത്ത് ദൈവം കൊടുത്തു, മുമ്പോട്ട് പോകുന്ന കപ്പൽ യാത്രയിൽ അപകടമുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അടുത്തിരിക്കുന്ന ആൾ തൊട്ടു പറയാം, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഓ ഹല്ലേലൂയ. അത് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് ദൈവശബ്ദം കേൾക്കണമെന്ന്? എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പം ഞാൻ നല്ലൊരു കാര്യമാണ്, പ്രാർത്ഥിക്കാനിരിക്കുമ്പം പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഭാര്യ അനുഗ്രഹിക്കണേ, പിള്ളേരെ അനുഗ്രഹിക്കണേ, കുടുംബത്തെ അനുഗ്രഹിക്കണേ, ചോറ് തരണേ, കാപ്പി തരണേ, ചായ തരണേ, കാറ് തരണേ, വണ്ടി തരണേ, ഇത്തരം പറഞ്ഞ് ചാമ്യം പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. പ്രാർത്ഥിച്ചു ഒരു 2-3 മിനിറ്റ് ഇരിക്കണം, തമ്പുരാൻ വല്ലതും പറയുന്നുണ്ടോയെന്നറിയാൻ. ഉണ്ടെന്നില്ല. ദൈവശബ്ദം കേൾക്കാൻ കൊതിയുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, കർത്താവേ ഞാനൊന്ന് കിടക്കുവാ ഉറങ്ങാനായിട്ട്, രാത്രി എന്നോട് സംസാരിക്കണേ. എത്ര പേര് ആമീൻ പറയും? ഇന്ന് ഞാൻ യോഗത്തിന് പോവുക, എന്നോട് ദൈവം അനിപ്പാർശ്വ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവം നിന്റെ കാതിൽ വന്ന് സംസാരിക്കും. ഒരു പ്രവാചകനെ ദൈവത്തിന് മിണ്ടണമെന്ന് തോന്നാ കഴുതയുടെ വാവരെ കടമെടുക്കും. മിണ്ടുന്നില്ല. ദൈവത്തിന് നിന്നോട് മിണ്ടണമെന്ന് തോന്നിയാൽ ഒന്നീ മനുഷ്യരില്ലെങ്കിൽ ദൂതന്മാരെ ഇറക്കും. ദൂതന്മാരും ബിസി ആണെങ്കിൽ മൃഗങ്ങളുടെ വാ തുറക്കും. മനസ്സിലായി വരുന്നില്ല? ശരിക്കും ഇന്ന് ഈ തടസ്സമൊന്നും ഇല്ലാതിരുന്നായിരുന്നു ഇന്ന് വേറൊരു തലത്തിൽ പോയേനെ. ഇന്ന് 3 മണി വരെ പ്രസംഗിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പോട്ടെ, ദൈവത്തിന് സ്തോത്രം. ബാക്കിയൊക്കെ അടുത്ത ദിവസം പ്രസംഗം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഞാൻ ഈ ദൂതിലോട്ട് വരട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഈ യെശയ്യാവ് എന്നെ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുമല്ലായിരുന്നു. ദൈവത്തിന് ചിലരുടെ വിഷയത്തിൻ്റെ വിടുതലിന് അയക്കാൻ ഒരാളെ വേണം. നിങ്ങൾ ബൈബിള് നമ്മൾ പഠിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും വിടുതൽ കിട്ടത്തില്ല. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉറപ്പാ. അതിൻ്റെ കാരണം ദൈവം അവരെ അത് നിയോഗിച്ചിരിക്കുക. ഒരാമയും പറഞ്ഞാട്ട്. ഇനി ഇവിടെ നിങ്ങൾ ആരെല്ലാം മെലിത്തെ കാലുകുത്തിയാലും മെലിത്തയിലെ സർപ്പം വെളി വരത്തില്ല. പക്ഷെ പൗലോസ് കാലുകുത്തിയാൽ വെളി വരും. അതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കുന്ന ഭാഗത്ത് ഞാൻ വരാം. അപ്പം ഒന്നാമത്തെ ഭാഗം, ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്തുകൊണ്ട്? നിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുക. രണ്ടാമത്തെ ദൂതം, നിന്നെ കൊണ്ട് ദൈവം എന്തൊക്കെയോ ചെയ്യിക്കാൻ പോകുന്നു, അതേക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഒരാമയും വരുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ബൈബിൾ പഠിക്കുമ്പം ദൈവത്തിന് ധാരാളം പദ്ധതികളുണ്ട്. നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ചും പദ്ധതിയുണ്ട്, നിങ്ങളെക്കുറിച്ചും
പക്ഷെ നമുക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഒന്നും എൻ്റെ ബ്രദറെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് ഒന്നും ചെയ്തില്ല. ദൈവത്തിന് വലിയ പദ്ധതി, അത് നീ അറിയുന്നില്ല. നീ ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം, കൊച്ചിൻ്റെ ഫോൺ വന്നപ്പോൾ ശരിയായില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക. അങ്ങനല്ല, ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനാ മനുഷ്യനായി മാറണം. ഒരാമയും പറഞ്ഞാട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്തോ വലിയൊരു ദൈവ പദ്ധതിക്ക് ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സാക്ഷിയാക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് അത് വിശ്വാസത്താൽ കാണാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറ്റുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. അപ്പം നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ദൈവം നിന്നെ കൊണ്ട്, നിന്റെ കുടുംബത്തിൽ ആരെ കൊണ്ടും ചെയ്യിക്കാത്ത ചില കാര്യം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ യെശയ്യാവ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ചെയ്യാനായിട്ട് ദൈവം ചോദിക്കുകയാണ്. ദൈവം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ആരെ അയക്കേണ്ടു? അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന് സ്തോത്രം, ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാണ്. ഈ ഹോശയ്യ പ്രവചനത്തിൽ വാക്യമുണ്ട്, ഞാൻ അവനെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. അപ്പോൾ ദൈവത്തിന് ഒരാളോട് മിണ്ടണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ ആൾക്കാരുടെ നിന്നൊക്കെ നമ്മളെ എടുത്ത് മാറ്റിക്കൊണ്ടുപോകും, ഒറ്റയ്ക്ക് കൊണ്ടിരുത്തും. യോഹന്നാനെ, നിനക്ക് വെളിപ്പാട് പുസ്തകം നിനക്ക് കൈമാറണേ, നിന്നെ ആ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഇട്ടല്ല, നിന്നെ പത്മോസ് വരെ ഒന്ന് കൊണ്ടുപോകും. എന്തിനാണെന്നറിയാം? അവിടെ എനിക്ക് വെളിപ്പാട് കൈമാറാനുണ്ട്. പൗലോസേ, നിന്നെ 3-ാം സ്വർഗത്തിൽ എനിക്കൊന്ന് കയറ്റണം, അതുകൊണ്ട് നീ അറേബ്യൻ മരുഭൂമിയിലോട്ടൊന്ന് പോകണം. ഒരാമയും വരുന്നില്ല. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ചിലരുടെ മേൽ ദൈവത്തിന് നോട്ടമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കാം, നിന്റെ മേൽ ദൈവത്തിന് വലിയ നോട്ടമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് ഇച്ചിരുടെ കേന. അപ്പം അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി ഞാൻ അവളോട് ഹൃദ്യമായി അപ്പം ദൈവത്തിൻ്റെ സംസാരം എങ്ങനെ ആയിരിക്കും? ഹൃദ്യമായിട്ട്. ഹല്ലേലൂയ. മോശയുടെ അടുക്കൽ ദൈവം സംസാരിച്ച് കേൾക്കണോ? ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം എന്ത് ചെയ്തു? ഇന്ന് പോകുന്നതിന് മുമ്പ് ചിലർ ഇമ്പ ശബ്ദം കേട്ടിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം മോശയെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം കേൾക്കണം, ഞാൻ മോശയോട് സ്പഷ്ടമായി സംസാരിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും, ദൈവം നമ്മളോട് സ്പഷ്ടമായി സംസാരിക്കും. ഒരു സ്നേഹിതനോട് ഹല്ലേലൂയ സംസാരിക്കുന്ന പോലെ എന്ത് ചെയ്യണം? ദൈവം നമ്മളോട് സംസാരിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പുതിയ നിയമത്തിൽ യേശു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ്. ഹല്ലേലൂയ. അപ്പൊ സത്യത്തില് ഓരോ ദൈവമക്കളും ജീവിക്കേണ്ടത് ദൈവശബ്ദം അറിഞ്ഞ. ഒരാമയും പറഞ്ഞാട്ട് എന്തറിഞ്ഞാണ്? ദൈവശബ്ദം അറിഞ്ഞ. പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടെ പോകാ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. ഒരാമയും വരുന്നില്ല. ഇതുവരെയും പോകാത്ത വഴിയെ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകട്ടെ. ആടുകളെ കുറിച്ച് പറയുക, ഇടയൻ ആടുകളെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ഇടയൻ ആടിന് മുമ്പിൽ പോകും. ശബ്ദം കേട്ട് ആടുകൾ പുറകെ പോകണം. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എക്കാലത്തും എന്ത് കേൾക്കണം? ദൈവ ശബ്ദം കേൾക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഒരിക്കല് വലിയ കടബാധ്യതയുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ജോസഫ് എന്നാ പുള്ളിയുടെ പേര്. വലിയ കടബാധ്യതയാണ് പുള്ളി. തൃശ്ശൂർക്കാരനാണ്. എന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്ന സമയത്ത് പുള്ളി എന്നോടൊരു അനുഭവം പറഞ്ഞു. പുള്ളി വലിയ കടബാധ്യതയുള്ളവനായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്ടിലാണ് സ്തോത്രം താമസിക്കുന്നത്. ഏകദേശം 80-85 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കടമുണ്ട്. പുള്ളി എന്നോട് സാക്ഷി പറയാ, പാസ്റ്ററെ, ഞാനിങ്ങനെ കടബാധ്യത ഉണ്ടായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക, വീട്ടാൻ ഒരു വഴിയില്ല. എൻ്റെ മൂത്ത പെങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷെ ഒരു പ്രയോജനം ഒരു ഗുണവും അവർ ചെയ്തിട്ടില്ല. എൻ്റെ അനുജന് ഭയങ്കര പൈസക്കാരനാണ്, പക്ഷെ ഒരു ഗുണവും എനിക്ക് ചെയ്തിട്ടില്ല. ഒരു ദിവസം രാത്രി പുള്ളി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിയോട് ദൈവം സംസാരിക്കുക, രാത്രി ദൈവം ഇടപെടുക, നിന്റെ ഭാരമെല്ലാം ഞാൻ മാറ്റിത്തരാം, നിന്റെ ഭാരമെല്ലാം ഞാൻ മാറ്റിത്തരാം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം മനസ്സിലാക്കി, സ്തോത്രം, ആര് പറഞ്ഞാലും നടക്കാത്ത കാര്യം കർത്താവ് പറഞ്ഞാൽ നടക്കും. പുള്ളി എന്നോട് പറഞ്ഞു, എങ്ങനെയാന്ന് എന്നോട് ചോദിക്കരുത്, 3.5 മാസം കൊണ്ട് എൻ്റെ മുഴുവൻ കടബാധ്യതയും തീർന്നു. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൽ ഇന്നൊരു ദൈവശബ്ദം മുഴങ്ങണം.
ഇനി ഞാൻ നിയോഗം എന്ന പദത്തിലോട്ടാണ് വരാൻ പോകുന്നത്. അടുത്തിരിക്കുന്നാക്കൊന്ന് കൈ കൊടുത്തേച്ചോടാ, നിങ്ങളോട് ദൈവം സംസാരിക്കുമെന്ന് പറ. എത്ര പേർക്ക് കൊതിയുണ്ട് ദൈവശബ്ദം കേൾക്കാൻ? ഇന്ന് രാത്രി ദർശനമായിട്ടോ വെളിപ്പാടായിട്ടോ സ്വപ്നമായിട്ടോ അരുളപ്പാടായിട്ടോ ആലോചനയായിട്ടോ നിന്റെ കുഞ്ഞിൻ്റെ കാര്യം, നിന്റെ വീടിൻ്റെ കാര്യം, നിന്റെ തലമുറയുടെ കാര്യം ദൈവം കൃത്യമായി സംസാരിക്കും. ഓ ഹല്ലേലൂയ! അവൻ ആർക്കും കടക്കാരനല്ല. നീ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ദൈവം നിന്നോട് സംസാരിക്കും. നിന്റെ കുഞ്ഞ് രക്ഷപ്പെടുന്ന വഴികൾ കാണിച്ചു തരും. നിന്റെ സന്തതി വിടുവിക്കപ്പെടുന്ന വഴി കാണിച്ചു തരും. ദൈവത്തോട് ചോദിച്ചാൽ മതി. അപ്പം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യെശയ്യാവിനെ ദൈവം ചോദിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ ആരെ അയക്കേണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ വേണം. നിങ്ങൾക്കറിയാമോ, ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ ദൈവം ഇങ്ങനെ മേളിയിരുന്ന് നോക്കുക ഒരു കാര്യം ചെയ്യാനായിട്ട്. ദാവീദിനെ കുറിച്ചൊക്കെ ബൈബിളിൽ എഴുതിക്കുന്ന ഭാഗം കൂടെ, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ആര്? ആര്? നമ്മളല്ല. ആര്? ദൈവം കണ്ടെത്തി. കാളെ പൂട്ടുന്ന സ്തോത്രം ഏലിശായെ ദൈവം കണ്ടെത്തിയിട്ട് ഏലിയാവിനോട് പറഞ്ഞു, നീ പുതപ്പിട്ടേക്കാൻ. കണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം മേളിയിരുന്ന് നോക്കുക. നിങ്ങൾക്കൊരു വാക്യം അറിയാം, എസെക്കിയേൽ പ്രവചനത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യം ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. എസെക്കിയേൽ പ്രവചനം ലിനിയെ സഹായിക്കും. 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. 22:30 എസെക്കിയേൽ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാ. ദൈവം പറയാ, ഞാൻ ദേശത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു, പക്ഷെ ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു ഇടിവിൽ നിന്ന് കരയാൻ. കണ്ടെത്തിയില്ല. കണ്ടോ? തിരുവനന്തപുരത്ത് വരുന്ന അനർത്ഥം വരാതിരിക്കാൻ ദൈവം ഈ പട്ടണത്തിൽ ഒരാളെ അന്വേഷിക്കുന്നു. എന്നാ വാക്യം അത്? ഹല്ലേലൂയ! നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ വീട്ടിൽ വരുന്ന അനർത്ഥം നിന്റെ വീട്ടിൽ വരാതിരിക്കാൻ യഹോവ ഒരാളെ അന്വേഷിക്കുന്നു. Glory to God. ഒരു പട്ടണത്തിന്റെ പത്യക്കേട് മാറ്റുവാൻ ഒരു കാളെ പൂട്ടുന്നവനെ ദൈവം അന്വേഷിക്കുന്നു. എനിക്കെന്തോ ഒരു ബോധ്യം തരുക, ഈ ദിവസങ്ങളിൽ നീ ചിന്തിച്ചതിനൊക്കെ അപ്പുറത്ത് എന്തോ കാര്യങ്ങൾ നടക്കാൻ പോവുക. ഓ, ദൈവം ചിലരുടെ മേലൊരു വിളി വെളിപ്പെടുത്താൻ പോവുക. Glory to God. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം സ്തോത്രം, ആ ഭാഗത്ത് അങ്ങനെ നിന്നേച്ച് ഞാൻ പെട്ടെന്ന് ഭാഗം സ്തോത്രം, നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചൂടത്തിരിക്കുന്നത് കൊണ്ടും സ്തോത്രം ഞാൻ അതൂടെ പരിഗണനയിലെടുത്ത് പെട്ടെന്ന് മെസ്സേജിലോട്ട് കയറി അമ്മി പെട്ടെന്ന് ദൂത് അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. അമ്മി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ പറയട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോവും? ഇന്നും ദൈവം ചോദിക്കുക, എനിക്ക് ചില വ്യക്തികളുടെ വിടുതലിനായിട്ട്, ചിലരുടെ ഉദ്ധാരണത്തിനായിട്ട് എനിക്ക് അയക്കാൻ ഒരാളെ വേണം. ആർ പോകും? ഉടനെ അവൻ പറയാ, അടിയനിതാ, അടിയനെ അയക്കണമേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഇനി നമുക്ക് ബൈബിളിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എന്തോ പരിശുദ്ധാത്മാവ് പറയുക, ചിലർക്കൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ബൈബിളിൽ ഒരു വാക്യം കൊണ്ട്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ആരയച്ചിട്ടാ? ദൈവം അയച്ചിട്ട്. ഒരാമയും പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയോ ദൈവം പറയാ, നിന്റെ വീട്ടിലോട്ട് ദൈവം അയക്കാൻ പോവാ, നീ ചിലരെ കണ്ടുമുട്ടാൻ പോവാ. ഓ, യേശുവിൻ്റെ നാമത്തിൽ ദൈവം അയച്ചിട്ട് ചിലത് വരാൻ പോവാ. ദൈവം അയച്ചിട്ട് ചില പ്രവർത്തികൾ. ഓ, ബൈബിളിലെ ചില സംഭവങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാനൊന്ന് കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം. ബൈബിൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിടുതലിനായിട്ട് ദൈവം ഒരാളെ അയച്ച ചരിത്രം ബൈബിളിലുണ്ട്. ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം ഒരാളെ അയച്ച ചരിത്രമുണ്ട്. ഒരു ദേശത്തിൻ്റെ വിടുതലിനായിട്ട് ദൈവം ഒരാളെ അയച്ച ചരിത്രമുണ്ട്. എനിക്കെന്തോ ഈ ദിവസങ്ങളിൽ എന്തോ ഒരു നിയോഗം നിന്റെ വിഷയത്തിൽ വരാൻ പോവാ. വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട തടസ്സം. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒരു കാര്യം പറയാം. 30 വർഷം മുമ്പ് എൻ്റെ ഭവനത്തിലോട്ട്
ഒരു ദൈവദാസനെ അയച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് വിടുവിക്കപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വരണമെന്നില്ല, ഒരുപക്ഷെ വഴി കണ്ടുമുട്ടുമായിരിക്കും. ചിലരുടെ പ്രാർത്ഥന ചിലർക്ക് ഈ ദിവസങ്ങളിൽ ഫലിക്കും. എന്തോ ഒരു ദൈവനിയോഗം എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെടുക. വിടുതലില്ലാതെ കിടന്ന ചില വിഷയത്തിന്, നീ കുരുങ്ങിക്കിടക്കുന്ന ചില വിഷയത്തിന്, നിന്റെ കുടുംബത്തിൽ വ്യാപരിച്ച അന്ധത പൊട്ടുവാൻ ഇതിനകത്ത് ചിലരുടെ പ്രയർ, ഓ ഹല്ലേലൂയ, എവിടൊക്കെയോ കൃപ വ്യാപരിക്കുക. ലാഥ റംബ സിഖത്തന പ്രഭാതന. നിങ്ങൾക്ക് വളരെ പരിചിതമായ വചനങ്ങളിലൂടെ പോകുന്നത്. പരിചിതമായ, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജ് ഞാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഈ മെസ്സേജ് സ്തോത്രം ഇന്ന് പ്രസംഗിക്കുന്ന രൂപത്തിലാക്കുവാൻ മറ്റൊരു മെസ്സേജിലും ഞാൻ എടുക്കാത്ത കുറേ പെയിൻ ഇതിനെടുത്തിട്ടുണ്ട്. സാധാരണ മെസ്സേജിന് മിനിമം ഒരു 2.5 മണിക്കൂർ മെനക്കെട്ടാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് മെസ്സേജ് കിട്ടും. ഈ വാക്യത്തിന് ഒരു 7 മണിക്കൂർ ഞാൻ പ്രാർത്ഥനയിൽ പോരാടിയ പിന്നെ ഇതിൻ്റെ റൂട്ടുകൾ ദൈവം എനിക്ക് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവം മനസ്സിലാക്കിയ റൂട്ടിലൂടെ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഈ റൂട്ട് അവസാനിക്കുമെന്ന് നോക്കിയപ്പോൾ ചിലർ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവസാനിക്കും. നിങ്ങൾ നോക്കുക, ബാക്കി നമ്മൾ ഞായറാഴ്ച പറയും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തോ ഒരു ദൈവ നിയോഗം നിന്റെ വിഷയത്തിൽ വരാൻ പോവാ. അടുത്തിരിക്കുന്ന തൊട്ടേ ചോറ, നിന്റെ വിഷയത്തിൽ എന്തോ ഒരു ദൈവ നിയോഗം. ഗ്ലോറി ടു ഗോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. കഴിഞ്ഞ നാളുകളിൽ ഒന്നും നീ കാണാത്തത് എന്തോ ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിൽ നീ കാണാൻ പോവാ. കഴിഞ്ഞ ദീർഘനാളുകളായി നീ ആഗ്രഹിച്ച പലതും ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ നിറവേറാൻ പോവാ. ഓ, എന്തോ ഒരു ദൈവ നിയോഗം. ലാന്തോ സദാന. ഓ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന്മേൽ ഒരു ദൈവ നിയോഗം, നിന്റെ തലമുറ മേലൊരു ദൈവ നിയോഗം. ഓ യെസ്. ഈ നിയോഗങ്ങളെല്ലാം ബൈബിളിൽ ഉണ്ടായി. നമ്മൾ പഠിക്കുമ്പോൾ നിയോഗങ്ങൾക്ക് പിന്നിൽ ആവശ്യക്കാരൻ്റെ പ്രാർത്ഥനയുണ്ട്. നിയോഗത്തിൻ്റെ പിന്നിൽ എന്തുണ്ട്? ആവശ്യക്കാരൻ്റെ പ്രാർത്ഥന. ഇന്നാളെ വിടണേന്ന് നീ പ്രാർത്ഥിക്കണ്ട. ആ സെലക്ഷൻ ദൈവത്തിനാ. ആരെ അയക്കുന്നേന്നുള്ള ആരാ തീരുമാനിക്കുന്നേ? ദൈവമാ. നമ്മളത് സെലക്ട് ചെയ്താൽ തെറ്റിപ്പോ. നിന്റെ വിഷയത്തിൽ എപ്പം ഇടപെടണമെന്ന് നീ അല്ല തീരുമാനിക്കേണ്ടത്, അത് ദൈവം തീരുമാനിക്കും. നിന്റെ വിഷയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് നീ തീരുമാനിക്കരുത്, ദൈവം തീരുമാനിക്കും. നിനക്കൊന്ന് മാത്രം പ്രയർ. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവം ബോധ്യം തരിക. നിനക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം തരും. ചിലപ്പോൾ ലോങ് ടൈം പ്രയർ, ലോങ് ടൈം ഫാസ്റ്റിംഗ്. എന്തിനാണെന്നറിയാമോ? നിന്റെ വിഷയത്തിന് വേണ്ടി ആരെയോ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. ഓ, ചിലരെ ദൈവം അയക്കാൻ പോകുക നിന്റെ സന്തതിയുടെ വിടുതലിന് വേണ്ടി. ഞാനൊരു ചർച്ചിന്റെ ചാർജിൽ ചുമതലയിലിരിക്കുമ്പോൾ, ശ്രദ്ധിച്ചൊന്ന് കേൾക്കാൻ, ആ വീട്ടില് ഞാൻ പുതിയതായിട്ടൊരു ചർച്ച് തുടങ്ങിയിരിക്കും. ഒരു വീട്ടിലാ ചർച്ച്. കുറെ വർഷം മുമ്പ്, ഒരു 10-25 വർഷം മുമ്പിലത്തെ കാര്യം. ആ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം ആ ചർച്ചിലെ ഒരു മകൻ UAE ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക. അവിടെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അലർജി ഇളവാകത്തക്ക രീതിയിൽ എന്തോ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായി. പല കുട്ടികളും ആ സ്കൂളിൽ വെന്റിലേറ്ററിലായിട്ട് മരിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ആ പ്രയർ നടത്തുന്ന വീട്ടിലെ മകനും വെന്റിലേറ്ററിലാണ്. ഓരോ ദിവസവും 2-3 പിള്ളേർ മരിക്കുക. പിള്ളേർ എത്ര മരിച്ചെന്ന് എനിക്കറിയില്ല, ധാരാളം പിള്ളേർ മരിച്ചു. അപ്പോൾ ആ വീട്ടിലെ അച്ഛൻ ഇച്ചിരി പ്രായമുള്ള അച്ഛനെ ലാൻഡ് ഫോണിൽ ഒരു കോൾ വന്നു. ഒരു പാസ്റ്ററാ വിളിക്കുന്നു. പാസ്റ്റർ വിളിച്ചിട്ട് അച്ഛനോട് പറയുക, നിങ്ങളുടെ കൊച്ചുമകന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറഞ്ഞുകൊണ്ട് വെന്റിലേറ്ററില്ല.
എന്നെ പ്രാർത്ഥിക്കാൻ അവിടെ വരെ കൊണ്ടുപോകും പറഞ്ഞ അവരിവിടെ അല്ല, എവിടെ ആയിക്കോട്ടെ. നമ്മൾ ഈ മാനുഷിക ഭാഷയിലൊക്കെ കിട്ടിയ ഗൾഫുകാരൻ്റെ വീട്ടിൽ ഒരാൾ വിളിച്ച് പറഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകാനാന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളെല്ലാം അന്ന് ചിന്തിച്ച കൂട്ടത്തിലാണ്. നമ്മുടെ തെറ്റ് നമ്മൾ പറയുക. പക്ഷേ ആ വല്യപ്പച്ചൻ ഒരു അസാധാരണ വല്യപ്പച്ചനായിരുന്നു. ആ വല്യപ്പച്ചൻ മോനോട് പറഞ്ഞിട്ട് വിസ എടുത്ത് ഈ കൊച്ചുമോനെ ഈ പാസ്റ്ററെ അവിടെ കൊണ്ടുപോയി. സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. 3 അന്ന് കൊച്ചൻ എഴുന്നേറ്റ് പോന്നു. ഇന്നും ആ കൊച്ചൻ USA ഏതോ മണ്ണിൽ തീഷ്ണതയോടെ ദൈവത്തെ സേവിക്കുന്നുണ്ട്. ഞാനിതൊക്കെ പറയുന്ന നിയോഗം എന്ന പദമാണ്, നടത്തിപ്പെന്ന പദം. മുടങ്ങിക്കിടക്കുന്ന ചിലതിന്മേലൊക്കെ നിയോഗങ്ങളുണ്ട്. തടസ്സപ്പെട്ട് കിടക്കുന്ന ചിലതിന്മേലൊക്കെ, ആ കുരുങ്ങിക്കിടക്കുന്ന ചിലതിന്മേലൊക്കെ ദൈവത്തിന് നിയോഗമുണ്ട്.